എന്റെ മനസ്സൊന്ന് റിലാക്സ് ആവുമേ. നീ എവിടേക്കാ പോകുന്നത് അത് പറ. മോഹന്റെ നാട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുന്നത്. ആ നാട്ടിൽ പോയാ മനസമാധാനം കിട്ടുമോ? മനസമാധാനം തേടി എല്ലാരും ആ നാട്ടിലോട്ടാണോ പോകുന്നത്? എനിക്കിതൊരു പുതിയ അറിവാ. ഇതുപോലെ നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ലെന്നൊന്നും കരുതണ്ടാട്ടോ. അമ്മേ, അമ്മയ്ക്കൊരു മോള് വേണമെന്ന് നിർബന്ധമുണ്ടോ? നീ എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഇവിടെ ഒന്ന് കൊന്നു കളഞ്ഞോട്ടെ. ഇങ്ങനൊരു ശല്യം. നിങ്ങളുടെ അച്ഛന്റെ അതേ സ്വഭാവ ഇവക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവരെയും സംശയം. എടി മരക്കഴുതേ, മോള് പറയുന്നതാ ശരി. നമ്മുടെ മോൻ കൊള്ള തിരുമാലി നിന്നെ പറ്റിക്കുക. അതൊക്കെ ഓർക്കുമ്പോ എന്റെ മനസ്സ് എപ്പോഴും ഒരുങ്ങുക. അപ്പൊ എന്റെ മോന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും. സമാധാനം കിട്ടുമെങ്കിൽ മോൻ പോയിട്ട് വാ. എടി, ഇവന് എന്റെ ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്ക. താങ്ക് യു അമ്മേ. അമ്മേ, ഇവന്റെ സ്നേഹം കണ്ടില്ലേ? കള്ള സ്നേഹ. എന്തോ തട്ടിപ്പുണ്ട്, അത് ഉറപ്പാ. അമ്മ പറഞ്ഞു കേട്ടില്ലേ? പോയി ഡ്രസ് എടുത്ത് വെക്കടി. പാർവതിയുടെ നാട്ടിൽ പോയി അവളുടെ സൈക്കിൾ എടുത്ത് അവൾക്ക് എത്തിച്ചു കൊടുത്ത ഉറപ്പായും അവൾക്ക് എന്നോടൊരു ഇഷ്ടം തോന്നും. ഞാൻ അതിലങ്ങ് പിടിച്ച് കയറിക്കോളാം. വലിയൊരു ഗാർമെന്റ്സിന്റെ ഓണർ വീട്ടിൽ വിരുന്നിന് വിളിച്ചിട്ട് നമ്മൾ പോയില്ലെങ്കിൽ അത് സാറിന് നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്നതിന് സമമാ. അതെന്താ നീ ആലോചിക്കാത്തത്? നീ പറഞ്ഞതുപോലെ വലിയൊരു ഗാർമെന്റ്സിന്റെ മുതലാളിയാ സാറ്. ഞാനോ ആ ഗാർമെന്റ്സില് അടിച്ചു വരുന്നുള്ളു. നിങ്ങളും 3 പേരും ഈ തൂപ്പുകാരിയുടെ കൂട്ടുകാരികള്.